അല്ല, നിനക്ക് ഉറങ്ങാറായില്ലേ? ഇല്ല. എന്നായിരിക്കും. നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാന്നോ? എന്തിനാ പേടിക്കുന്നേ? വേണമെങ്കിൽ ആ നീലുവിനെ വിളിച്ച് കൂട്ടുകിടത്തിക്കോ. ബെസ്റ്റ് ആള്. ഉറങ്ങിയാ തുടങ്ങും അവളുടെ ചവിട്ടും കുത്തും. അവളുടെ കൂടെ കിടക്കുന്ന ഇളയമേ സമ്മതിക്കണം. ഇനി എന്താ നിന്റെ പരിപാടി? എന്ത്? നിന്റെ +2 കഴിഞ്ഞില്ലേ? ഓ അത് അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല. റിസൾട്ട് വരട്ടെ. എന്നാ തോക്കുന്ന പേടിയാന്നോ? ക്ലാസ് കിട്ടും, അതുറപ്പാ. പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു പഠിത്തം, അതാ മനസ്സില്. അങ്ങനെ ഒരു പഠിത്തം ഉണ്ടോ അപ്പാപ്പ? ഞാൻ സുമിയോട് മിനിഞ്ഞാന്നൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അവള് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അമേരിക്കയിൽ വരാനുള്ള വിസ ശരിയാക്കാൻ അപ്പാപ്പന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിനക്കവിടെ തുടർന്ന് പഠിക്കുകയും ചെയ്യാം. പക്ഷേ നിന്റെ അമ്മ സമ്മതിക്കുന്നില്ല. നീ ഒന്നുകൂടി അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. എന്നിട്ട് എന്നെ വിവരം അറിയിക്കേ. എന്റെ ഇമെയിൽ ID നിനക്കറിയില്ലേ? മെയിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പാപ്പൻ ശരിയാക്കിക്കൊള്ളാം. മോള് കിടക്ക്. Mom. ഇത് വെച്ചോ തങ്കമണി. വാടാ. അപ്പോ ഇനി യാത്രയില്ല. പോട്ടെടി നീലു. എന്റെ കൂടെ ചെസ് കളിച്ചില്ലല്ലോ ചേച്ചി. അതിന് നെക്സ്റ്റ് ടൈം. ബൈ. താങ്ക്സ് ഫോർ എവറിത്തിങ് ആന്റി. മോളെ. ഇറങ്ങാം, ലേറ്റ് ആവും. വാ മോളെ. ശരി. അമ്മേ, അമ്മേ. നീ എന്താ ഇത്ര ലേറ്റായിട്ടും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. ബീന പോയതിന്റെ വിഷമം കൊണ്ടായിരിക്കും. ഇനി ഈ പാത ഓർത്തിരുന്ന് നേരം വിളിപ്പിച്ചിട്ട് വല്ല അർത്ഥമുണ്ടോ? നിനക്കാ ഇപ്പൊ ഉറങ്ങാത്തതിന്റെ കുഴപ്പം. നീ പോയി കിടക്ക്, ഞാൻ വരാം. അവള് പറഞ്ഞ പോലെ ബീന പോയതിന്റെ വിഷമമാണോ നിനക്ക്? അത് ഇല്ലാണ്ടിരിക്കുമോ ചായ? 10-18 വർഷം കാത്തിരുന്നതിന് ശേഷം ഞാനൊന്ന് കാണുന്നതല്ലേ എന്റെ മോളെ. കണ്ടു കൊതി തീർന്നില്ല എനിക്ക്. ഇപ്പോഴെങ്കിലും നിനക്ക് കാണാൻ സാധിച്ചില്ലേ? അതിന് നീ കർത്താവിനോട് നന്ദി പറയുകയാണ് വേണ്ടത്.
നമ്മുടെ അമ്മച്ചിക്കും. അമ്മച്ചി പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടാ ജോസച്ചാൻ ഇത്തവണ ബീനയും കൂട്ടി വന്നത്. അറിയാം, എല്ലാം എനിക്കറിയാം. ഡാഡി ഏ? ഇനി എത്ര മണിക്കൂർ കൂടി വേണം ബീന ചേച്ചിക്ക് അമേരിക്കയിലെത്താൻ? കൊള്ളാം, നീ അതിനുവേണ്ടി ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണോ? ബീന ചേച്ചി പറഞ്ഞല്ലോ അവിടെ എത്തിയാൽ ഉടനെ എന്നെ ഫോൺ ചെയ്യാന്ന്. മോളെ, അതിന് ഇനി 5-6 മണിക്കൂർ കൂടി വേണം. വാ, ആ സമയം കൊണ്ട് നമുക്കൊരു നല്ല ഉറക്കം പാസ്സാക്കാം. പോട്ടെ സുമി, നീ പോയി ഉറങ്ങ്. ആ വാടി. See, Mr. Michael, we have already worked this out. And once done is done for me. You think about it and get back to me before 5 o'clock tomorrow evening. You have 18 hours to think about, okay? Bye. Ooh. ഒരു 100,000 കൂട്ടം പ്രശ്നങ്ങളുണ്ട് ആൻസി. ഇപ്പഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി എന്തിനാ കരയുന്നത്? നിന്റെ ഒരു കാര്യം. ഇത് സന്തോഷം കൊണ്ടാ ജോസ്, ആശ്വാസം കൊണ്ടാ. അവള് നമ്മുടെ മോള ആൻസി. അവള് നമ്മളെ തോപ്പിക്കില്ല ഒരിക്കലും. അമ്മേ, എനിക്ക് നാളെ സ്കൂള് വരെ ഒന്ന് പോണം. എന്തേ? അവിടെ ഒരു ക്യാമ്പുണ്ട്, ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമ്പും പടംവരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് നിനക്ക് 4 അക്ഷരം പഠിച്ചൂടെ? ഞാൻ പഠിക്കണുണ്ടല്ലോ അമ്മേ, ഇതൊക്കെ ഒരു രസമല്ലേ? ചിണ്ണുങ്ങല്ലേ പെണ്ണേ, നീ ഇത് തെറ്റിക്കും. ആ പിന്നെ അപ്പാപ്പൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്ത്? അല്ല, പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് നമ്മളെ രണ്ടുപേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള വിസ ശരിയാക്കാന്ന് പറഞ്ഞിരുന്നു. അമ്മയോട് സംസാരിച്ചിട്ട് അപ്പാപ്പൻ ഇമെയിൽ ചെയ്യാൻ പറഞ്ഞു. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് ജോസ്റ്റായനോട് അത് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിക്കാൻ ഇച്ചായൻ പേരിനൊന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഇനിയിപ്പൊ എങ്ങനെ തോന്നിയാലും നമ്മൾ എങ്ങോട്ടും പോവാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? മോളെ, ആൻസി ആന്റിക്ക് അത് ഇഷ്ടാവില്ല. എനിക്കറിഞ്ഞൂടെ, നമ്മൾ എന്തിനാ അവരുടെ ജീവിതത്തിനൊരു ശല്യമാകുന്നേ? ദേ, നീ പോയി ആ കഞ്ഞി വാർത്ത് വെക്ക്. ആഹാ, നിങ്ങൾ നേരത്തെ എത്തിയല്ലോ. വാ വാ വാ. ഇരിക്കെ. രോഗിയാണെന്നും പറഞ്ഞ് ചുമ്മാ ലീവ് എടുത്ത് വീട്ടിൽ കയറി കുത്തിയിരിക്കാന്ന് അറിയാത്ത. യു ലുക്ക് പെർഫെക്റ്റ്. ഞാൻ നെക്സ്റ്റ് മൺഡേ ജോയിൻ ചെയ്യുക. ഓ, ഇവിടെ ഇരുന്ന് മടുത്തു. സത്യത്തിൽ സോഫി സമ്മതിക്കാൻ ചേട്ടാ. സോഫി ഉണ്ട് ഇവിടെ? ആ, അവള് മുറിയിലുണ്ട്, ഞാൻ വിളിക്കാം. നോ, ഷീ മസ്റ്റ് ബി ബിസി. അതെ, റീത്തയ്ക്ക് ചെറിയൊരു പ്രസന്റ് ഉണ്ട് കേരളത്തിൽ നിന്ന്. ഓ മൈ ഗോഡ്, താങ്ക് യു വെരി മച്ച്. തുറന്നു നോക്കാവല്ലോ. ഓ യെസ്. ഓ മൈ ഗോഡ്. വൗ, ബ്യൂട്ടിഫുൾ. നാട്ടിലുണ്ടായിരുന്നപ്പോ കൊല്ലത്തുനിന്ന് ആ രാജയെ വിളിച്ചിരുന്നു റീത്തെ തിരക്കി. ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു.
ഹോസ്പിറ്റൽ കേസൊന്നും ഞാൻ പറയാൻ പോയില്ല. ആ രാജീവ് എന്നെ വിളിച്ചിരുന്നു. പുതിയൊരു സിനിമ ഇവിടെ റിലീസ് ചെയ്യുന്ന കാര്യം പറയാനാ. എനിക്ക് വയ്യാന്ന് പറഞ്ഞു. അതെന്താ? അതിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയോ റീത്തയ്ക്ക്? കുറെയൊക്കെ. നമ്മൾ വിസയൊക്കെ കഷ്ടപ്പെട്ട് ശരിയാക്കി നാട്ടിൽ നിന്ന് കുറെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരും. അവരുടെ ടാലൻസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു. തിരിച്ചു മടങ്ങി നാട്ടിൽ ചെന്നാലോ അവർക്ക് നമ്മളെ പറ്റി പരാതിയേ പറയാനുള്ളൂ. ഫിലിംസിന്റെ കാര്യമാണെങ്കിൽ നേരെ തിരിച്ചു. ഇവിടുത്തുകാർക്കാ പരാതി, ഞാൻ ഇവിടെ ഉള്ളവരെ പറ്റിക്കുകയാണെന്ന്. ആ തല്ലെപ്പോഴും ചെണ്ടയ്ക്ക് തന്നെ അല്ല റീത്ത? എക്സാക്ട്ലി. ഇങ്ങനത്തെ റെസൊല്യൂഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട് ഞാൻ. പക്ഷെ പുതിയൊരു കാര്യം വരുമ്പോ ഒക്കെ തെറ്റും. ജനിച്ച നാടിനോട് അങ്ങനത്തെ ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വേണ്ടേ നമുക്ക്? ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് അതിൽ ഒരു ഗിൽറ്റി കോൺഷ്യൻസും തോന്നിയിട്ടില്ല. തനിക്കോ? ഞാൻ ഇവിടുത്തെ കാര്യല്ലേ. മീര മീര എല്ലാം അവക്കേ ഉള്ളൂ. മീര കാണിച്ചു കൊടുക്കാൻ. 1 2 3 left 5 6 7 right 1 2 3 4 1. എന്താ ഉണ്ണി ഇത്? ഇന്നത്തെ ഡാൻസ് പഠിത്തമൊക്കെ കഴിഞ്ഞു. ഉണ്ണി പ്ലീസ്. ഏയ് ഐ സെഡ് ഇറ്റ്. ഇന്നത്തെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു. എല്ലാരും പിരിഞ്ഞു പോ. പോവാനല്ലേ പറഞ്ഞത്? പഠിത്തം തീർന്നു, ഡാൻസ് തീർന്നു. ഓക്കേ, we will continue tomorrow. How dare you? നിന്റെ ദൈവം എനിക്ക് വേണ്ടേ? നിന്റെ ഡാൻസ് ക്ലാസ്സും വേണ്ട. ഇതൊന്നുമില്ലാതെ നിന്നെ പോറ്റാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. വെയിറ്റ് ആൻഡ് സീ. നിക്കേ. എങ്ങോട്ടാടി? മരിക്കാൻ. ഇങ്ങനൊരു ഭർത്താവ് ഉണ്ടായ അത് തന്നെ ആരും ആദ്യം ആലോചിക്കും. പക്ഷേ ഞാനൊരു ഭീരുവല്ല. ഇന്ന് വരെ നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല, ഈ നിമിഷം വരെ. പക്ഷേ ഇനി ഒരിക്കൽ ഇതുപോലൊരു ഇൻസിഡന്റ് ആവർത്തിച്ച പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കില്ല. ആൻഡ് ദാറ്റ്സ് മൈ വേർഡ്. ഹലോ, എന്തു പറയുന്നു നർത്തകി? ലൈഫിന്റെ മുമ്പിൽ പേടിച്ച് കരയുന്നവരെ എനിക്കിഷ്ടമല്ല. നിനക്കറിയില്ലേ അത്? എന്റെ മോന്റെ ബർത്ത്ഡേ എന്ന് ഒരു സ്മോൾ സെലിബ്രേഷൻ. നെവർ ഫീൽ സോറി. കരയാൻ മാത്രം എന്താ ഉണ്ടായത്? ഇതിൽ കൂടുതൽ ക്ഷമിച്ച ഞാൻ ദയവായി പോവും. എനിക്ക് എന്റെ സന്തോഷം വേണം. I want to breathe. Unni is not fit for that. Not anymore. എനിക്ക് സലീമിനെ കാണണം എത്രയും പെട്ടെന്ന്. സലീം പ്ലീസ്, പ്ലീസ് സലീം പ്ലീസ്. ആ അമ്മ എവിടെ പോയിരുന്നു? കരുണേട്ടന്റെ വീട് വരെ. നിന്റെ ക്ലാസ് ഒന്ന് നേരത്തെ കഴിഞ്ഞോ? ആ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നില്ലേ? ഇതെന്താ ഇത്? എന്തോ വെറുതെ വരച്ചതാ. ഇങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാവാത്ത രീതിയിൽ വരയ്ക്കുന്നതിനാണല്ലോ ഇപ്പൊ സമ്മാനം കൊടുക്കുക. അമ്മ തമാശ പറയച്ചെന്ന് അരി അടുപ്പത്തിട്ടെ. ഓഹോ, എന്റെ മോക്ക് അതങ്ങ് ചെയ്തൂടെ? ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എനിക്ക് വയ്യ അമ്മേ. നോക്ക്, മോൾക്ക് അമേരിക്കയിൽ പോയി പഠിക്കണോ? അമ്മയ്ക്കത് ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു? അതിന് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാൻ ഞാൻ ഇച്ചായനെ വിളിച്ച് പറയാൻ പോവാ. ശരിക്കും? ശരിക്കും. നിനക്കതുകൊണ്ടൊരു നല്ലത് വരുമെങ്കിൽ അമ്മ എതിര് നിൽക്കുമോ മോളെ? നമുക്ക് പോവാം. എന്തു പറ്റി? ആസ് യൂഷ്വൽ രണ്ടും കൂടെ തല്ലുകൂടിയിരിക്കുക. സോൾവ് ചെയ്യാൻ ഞാൻ ചെല്ലണം. അതിനെ ജസ്റ്റിഫൈ ചെയ്താ ഇപ്പൊ കുഴപ്പം. ലീവ് ഇറ്റ്. ആൻസി,
ഇതാണ് നീതുവുമായുള്ള ഫൈനൽ സെറ്റിൽമെന്റ്. ഒപ്പിടുമ്പോ നീതുവിന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ. പാവം. ആ, സിമ്പതി അത് ഡിസർവ് ചെയ്യുന്നവർക്കാണ് ആൻസി. ഒരു ജന്മം ഈ അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും ഇത്രയും സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല ഒരാൾക്കും. ഷീസ് ലക്കി. അതിന്റെ റിയൽ വാല്യൂ അറിയാത്ത ഒരാൾക്ക് ഇത്രയും പണം കിട്ടുന്നത് അതിലും ഡേഞ്ചറസാ. ആ, അതവളുടെ വിധി. ആരാണേലും തകർന്നു പോകും. ഉണ്ണിയാവും. ഹൗ കെൻ യു ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് ലൈക്ക് ദിസ്? ഹലോ, ജോസച്ചായനല്ലേ? ഞാൻ സുമിയ ചായ. എന്താ സുമി? ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ബിന്ദുവിനെ അവിടുത്തെ ഏതെങ്കിലും കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാന്ന് ഇച്ചായനൊന്ന് പറഞ്ഞത് കാര്യമായിട്ടാണോ? പിന്നെ അതിനെന്താ? എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? അവളുടെ ആഗ്രഹം അതാ ഇച്ചായ. ഇനിയിപ്പോ എന്റെ പിടിവാശിയുടെ പുറത്ത് അവളുടെ ഭാവി നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇച്ചായന് വിരോധമില്ലെങ്കിൽ ഞാനും ബിന്ദു അങ്ങ് വരാം. അതിനു വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാ അതൊക്കെ ഇച്ചായൻ എത്രയും പെട്ടെന്ന് ചെയ്തു തരണം. ആ, അതിനെന്താ? അതെ, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. സുമി, നീ കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. നീ പേടിക്കണ്ട, നമുക്കതൊക്കെ ശരിയാക്കാം. ഓക്കെ? ശരി ചായ. എന്താ ജോസ്? അവളും ബിന്ദു ഇങ്ങോട്ട് വരാൻ തയ്യാറാണെന്ന് ഞാനെന്നവർക്ക് ഓഫർ ചെയ്യുന്നതാണല്ലോ. എന്നിട്ടാണോ നോണ പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞത്? എല്ലാം ജോസായിട്ട് ഉണ്ടാക്കി വെച്ചല്ലേ? അല്ല, പെട്ടെന്ന് പറഞ്ഞപ്പോ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ജോസിന് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷെ ഒന്ന് ഉറപ്പിച്ചോളൂ, ഞാൻ ജീവിക്കുന്ന ഈ വീട്ടിൽ സുമി താമസിക്കില്ല. ഉറപ്പാത്. ഇച്ചായൻ സുമിയെയും ബിന്ദുവിനെയും അമേരിക്ക കൊണ്ടുപോവുകയാണെന്ന്. എന്റെ ഒടേ തമ്പുരാനെ, ഞാനും ഒന്ന് അന്താളിച്ചു ആദ്യം കേട്ടപ്പോ. പക്ഷെ സംഗതി സീരിയസാ. ഇങ്ങർക്കിതെന്നാ പറ്റി? ഇവിടെ ഉള്ളപ്പോ ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ രണ്ടുപേരും. അത് തന്നെ എന്റെയും സംശയം. എന്തോ ഉണ്ടായിട്ടുണ്ട്. ആങ്ങളെയും പെങ്ങളും കൂടെ ഒക്കെ തീരുമാനിച്ചിട്ടായിരിക്കും ഇവിടുന്ന് പോയത്. നമ്മൾ അറിഞ്ഞാ അതിന് തടസ്സം നിൽക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാതിരുന്നത്. പൂച്ചെപ്പോലെ ഇരിക്കണമെന്നേ ഉള്ളൂ. സുമി ആരാ മോള്? അതെ, ബിന്ദുവിനെ അമേരിക്കയിലെ കോളേജിൽ ചേർക്കുകയാണത്രേ. അതിന്റെ ഒരു തലേവരെ നോക്കണേ. നിങ്ങളുടെ നേരാങ്ങളെ തന്നെയാണോ അങ്ങേര്? നീലുവിന്റെ വെക്കേഷന് ഞങ്ങളെ ഒന്ന് അമേരിക്ക വരെ കൊണ്ടുപോയി വരാൻ എത്ര പ്രാവശ്യമായിട്ട് പറയണു? ഒരിക്കലെങ്കിലും കേട്ടോ? അതെങ്ങനെ? സ്നേഹം വേണം, യോഗവും വേണം. ഞാൻ ആലോചിച്ചത് വേറൊന്നാ. എന്തോന്ന്? സുമി കൂടി അങ്ങ് പോയി കഴിഞ്ഞാ പിന്നെ ഈ വീടിന്റെയും പറമ്പിന്റെയും കാര്യത്തിൽ നമുക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവത്തില്ല. അവള് വല്ല അവകാശവും ചോദിക്കുമെന്നായിരുന്നു എന്റെ പേടി. നിങ്ങളെ ഈ പറമ്പും കെട്ടുപിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? കണ്ടുപിടിക്ക് മറ്റുള്ളവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന്. എന്നാലും സുമി അമേരിക്കയില് ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് നരകിച്ച് ചാവ ഞാനും. നീ കുറച്ച് വെള്ളം കൂടി എടുക്ക്. രണ്ടു കൈക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. പോയെടുത്ത് കുടിച്ചോണം. ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയൊന്നുമല്ല. മേഴ്സി, ബീന എവിടെ? സുമി പിന്നെ വിളിച്ചില്ലേ? ഇല്ല, അവൾ ഇനി വിളിക്കില്ല. എനിക്കറിഞ്ഞൂടെ അവളെ. ഞാൻ ഒഴിഞ്ഞു മാറുകയാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പേടി, കുറ്റബോധം, സ്നേഹം, ദേഷ്യം, അങ്ങനെ എന്തൊക്കെയായിരുന്നു മനസ്സിൽ. തിരിച്ചു വിളിക്കാൻ അവൾക്ക് അവിടെ ഫോണും ഇല്ലല്ലോ. ഒടുക്കം ഞാൻ ജെയിംസിനെ വിളിച്ച കാര്യം പറഞ്ഞു. എന്താ ജോസിന്റെ തീരുമാനം? അമ്മച്ചിക്ക് ഞാൻ കൊടുത്ത വാക്കാത്. എനിക്കത് പാലിച്ചേ പറ്റൂ ആൻസി. ജെയിംസിനോട് സുമിയെ ചെന്ന് കണ്ട് അവളുടെ പാസ്പോർട്ട് കോപ്പീസും ബാക്കിയുള്ള ഡീറ്റെയിൽസും അയച്ചു തരാൻ പറഞ്ഞു. സുമി ഇവിടെ വന്ന് ബീനയോടൊപ്പം ഇവിടെ താമസിക്കാനാണോ? ഒന്നും സംഭവിക്കില്ല ആൻസി. അറിഞ്ഞ് പെരുമാറാൻ അറിയാം സുമിക്ക്. നീയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാരുന്ന മതി. എനിക്കിത് സമ്മതിക്കാൻ പറ്റില്ല. ഇത് നോക്ക്, ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല. അമ്മച്ചി പറഞ്ഞത്
ഒരു നിമിത്തമാണെന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഇത്രയും വർഷം എന്തൊക്കെ വെട്ടിപ്പിടിക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരു വിങ്ങലായിരുന്നു അവള്. ഒരിക്കലും ഒരു നല്ല മകനാൻ പറ്റിയിട്ടില്ല എനിക്ക്. സുമിയോടെങ്കിലും എനിക്ക് നീതി പാലിക്കണം. അറ്റ്ലീസ്റ്റ് നൗ. പ്ലീസ് ആൻസി, എനിക്ക് ചെയ്യാനുള്ളത് എനിക്ക് ചെയ്തല്ലേ പറ്റൂ. അറ്റ്ലീസ്റ്റ് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും. മദ്രാസിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് നിനക്കറിയാലോ. അവർ ശ്രമിക്കട്ടെ. ഇവിടുന്നുള്ള പേപ്പേഴ്സ് ഞാൻ ഏതായാലും അയച്ചു കൊടുക്കും. പിന്നെ അവരുടെ ഭാഗ്യം പോലെ. വിസയൊക്കെ ക്ലിയറായി എല്ലാം ശരിയാവുമ്പോൾ ഇനി സുമിയുടെ മനസ്സിനെ മാറില്ലെന്ന് ആര് കണ്ടു? നീ ആവശ്യമില്ലാതെ വറീഡാകാതെ. ജോസ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്നെയോ സുമിയോ? ചില സമയത്ത് ജോസിനോട് സംസാരിക്കുമ്പോ എനിക്ക് പേടി തോന്നും, ഒരു കള്ളന്റെ പോലെ. ഫൈവ് മിനിറ്റ്സിന്റെ കാര്യമുള്ളൂ. ഫോണിൽ കൂടെ പറയാമായിരുന്നു, വെറുതെ. ഓക്കേ, ഇങ്ങനൊരു തിരക്ക്. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഹായ്, ഇറ്റ്സ് എ സർപ്രൈസ്. സോറി, അൺഎക്സ്പെക്ടഡ് വിസിറ്റ് ആണ്. It's all right. Come in. Please come in. അൻസി, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. ഇരിക്കേ. ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഒരു ഹാപ്പി ന്യൂസ് പറയാം. We are getting married. Oh, that's great news. Congratulations. Thank you. എന്നാ സെറിമണി? കമ്മിങ് ഫ്രൈഡേ വൈകുന്നേരം ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും വരണേ. Oh, sure. It's a surprise. അല്ല അൻസി? പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വിജയ് എന്ത് പറഞ്ഞു? അവനാ ഏറ്റവും ഹാപ്പി. അവൻ ഈ ആഴ്ച തിരിച്ചു പോയിരുന്നതാ. ഇനി ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ എന്ന്. അതെന്നെ നല്ലത്. മീന എവിടെ? അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അവൾ എപ്പോ വന്നാലും കാണില്ല. ബിസി ആൾക്കാരല്ലേ. എന്തായാലും പാർട്ടിക്ക് വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ പറയാം. എന്താ കുടിക്കാൻ? ഹേയ്, നത്തിങ്. ഞങ്ങളിതാ ഇറങ്ങാ. ഇനി കുറച്ച് സ്ഥലത്തൂടി പറയാനുണ്ട്. ഇതിപ്പോ ഇത്ര പെട്ടെന്നായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ നീന്തു. That's not fair. ഈ ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ, നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാന്നേ. നമുക്ക് ഒരുമിച്ചൊരു ഡിന്നർ. വാട്ട് യു സേ? Agreed. Okay. എന്നാ ശരി അൻസി. ഓക്കെ. Come. കിരൺ, എന്തോ പുതിയ ബിസിനസ് പ്രോജക്റ്റ് ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടു. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. മാർക്കറ്റ് ഇസ് റിയലി ബാഡ്. ആൻഡ് ഇൻ മൈ കേസ്, എന്ത് ചെയ്യുന്നതിന് മുമ്പും ജോസിന്റെ അഡ്വൈസ് എനിക്ക് വേണം, അല്ലേ നീതു? Oh, sure. Okay then. അപ്പോൾ ഫ്രൈഡേ 5 o'clock. See you. Bye. Bye. ഇവനെയൊക്കെ സമ്മതിക്കേണ്ടത്. അവളുടെ കയ്യിൽ കാശ് വരുന്നവരെ സൂത്രത്തിലൊരു വെയിറ്റിംഗ്, റൈറ്റ് മോമെന്റിൽ ആക്ഷൻ. എന്തായാലും നമുക്ക് പോണം അൻസി. ഇറ്റ് വിൽ ബി ഫൺ. ഇപ്പൊ പറഞ്ഞതുപോലെ വല്ലപ്പോഴും ജോസ് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും.